إن الحمد لله أصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 66-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വലോ അന്ന നാം ആയിരുന്നെങ്കിൽ, നാം ആയെങ്കിൽ, കത്തബിന നാം നിർണയിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കിയിരുന്നുവെങ്കിൽ, അലൈഹിം അവരുടെ മേൽ നിർബന്ധമാക്കിയിരുന്നുവെങ്കിൽ, അൻ ഖുതുലു അൻഫുസകും നിങ്ങളുടെ സ്വദേഹങ്ങളെ തന്നെ നിങ്ങൾ കൊല ചെയ്യൂ എന്ന് അവർക്ക് നാം നിർബന്ധമാക്കിയിരുന്നുവെങ്കിൽ, അബിഖുറുജൂ മിൻ ദിയാരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുവിനെന്ന് അവർക്ക് നിർബന്ധമാക്കിയിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഈ രൂപത്തിലുള്ള കഠിനമായ നിയമങ്ങൾ എന്തെങ്കിലും അവർക്ക് നിർബന്ധമാക്കിയിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ, ആ തരത്തിലുള്ള മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ, കൃത്യമായി വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത അത്തരത്തിലുള്ള ആ ദുർബല വിശ്വാസികളെ കുറിച്ചാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും മാ ഫഅലൂഹു അവർ പ്രവർത്തിക്കില്ല, അതിനെ പ്രവർത്തിക്കില്ല, ഇല്ലാ ഖലീലും മിൻഹും അവരിൽ നിന്നും കുറച്ചു പേരല്ലാതെ അത് പ്രവർത്തിക്കില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. വലോ അന്നഹും അവരായെങ്കിൽ, ഫഅലു പ്രവർത്തിക്കുന്നവരായെങ്കിൽ, നബി അവരോട് സതുപദേശം നൽകുന്ന, അവർക്ക് സതുപദേശം നൽകുന്ന കാര്യങ്ങൾ അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, ലകാന ഖൈറൻ ലഹും അതവർക്ക് ഗുണകരമായേനെ. വഅശദ്ദ തസ്ബീത വഅശദ്ദ കഠിനമായ തസ്ബീതൻ ഉറപ്പുമാകുമായിരുന്നു. കഠിനമായി ആ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരു പാതയുമായി മാറുമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചു തരുന്നത്. വളരെ ലളിതമായ കാര്യങ്ങളാണ് അവരോട് കൽപ്പിക്കുന്നത്. അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ പൂർവ്വപിതാക്കൾ നിങ്ങൾക്ക് പകർന്നു തന്ന വിശ്വാസങ്ങളും അങ്ങനെയുള്ള അനാചാരങ്ങളും നിങ്ങൾ വെടിയണം. നിങ്ങൾ കുഫ്റും ശിർക്കും വെടിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി മാറണം. ഈ സതുപദേശം അവർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും അതവർക്ക് ഗുണകരമായേനെ എന്നാണ് അല്ലാഹു പറയുന്നത്. വഅശദ്ദ തസ്ബീത അത് ഉറച്ചു നിൽക്കാനുള്ള ഒരു ശക്തമായ ഒരു സംഗതിയായി മാറുമായിരുന്നു എന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വിശദീകരിച്ചു തരികയാണ്. പക്ഷേ അവർ സത്യത്തിന്റെ പാതയിൽ നിന്നും പിന്തിരിഞ്ഞു പോകുകയാണ് ചെയ്തത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.